ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ ചന്തയിലോട്ട് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാ വീട്ടിൽ നിന്ന്. രാവിലെ പോയാൽ നല്ല മീൻ കിട്ടും. അപ്പം നന്ദ പറയുക ഇന്ന് മീൻ വേണ്ടാന്ന്. പിന്നെ ഞങ്ങളും വിചാരിച്ചൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന്. പിന്നെ ഞങ്ങൾ വേറൊരു വഴിക്ക് പോയി കേട്ടോ. നന്ദയ്ക്ക് മീൻ വലിയ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ കറി വെക്കുമ്പോൾ ഒരു പീസ് അങ്ങനെ കഴിക്കും. അതും ഞങ്ങൾ ആരെങ്കിലുമൊക്കെ നിർബന്ധിക്കണം, എന്നാലേ കഴിക്കൂ. ആ ചിരി കണ്ടില്ലേ, മീൻ വാങ്ങിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഉള്ള സന്തോഷമാണ് അത്. ഈ ഒറീസയ്ക്ക് വന്നതിന് ശേഷമാണ് അവളിങ്ങനെ, അല്ലെങ്കിൽ എല്ലാം കഴിക്കുമായിരുന്നു. അവളിവിടെ വരുന്നതിന് മുന്നേ ഗൂഗിളിൽ എവിടേക്കാണ് സീ ഫുഡ് കിട്ടുമെന്നൊക്കെ സെർച്ച് ചെയ്ത് മനസ്സിലാക്കി വെച്ചിരുന്നത്. ഇവിടെ വന്നപ്പോൾ അവൾക്ക് കിട്ടിയ ഫ്രണ്ട്സൊക്കെ ബ്രാഹ്മിൻസ് ആണെന്ന് തോന്നുന്നു. ഏട്ടൻ പറഞ്ഞവർ സ്കൂളിൽ മാത്രമേ ചിക്കനും മീനും ഒക്കെ കഴിക്കാതിരിക്കത്തുള്ളൂ, വീട്ടിൽ എല്ലാം കഴിക്കുമെന്ന്. തമാശയ്ക്കാണെങ്കിലും ഞങ്ങൾ ഇടയ്ക്ക് പറയും കേട്ടോ, ഇതുപോലുള്ള മീനിനി കഴിക്കാൻ നീ കൊതിക്കുമെന്ന്. പണ്ടൊക്കെ നാട്ടിൽ പോകുമ്പോൾ മീനിൻ്റെ ഒരു ലിസ്റ്റായിരുന്നു നന്ദ പപ്പയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പപ്പയത് ഉള്ള സ്ഥലത്ത് പോയി വാങ്ങിച്ചിട്ട് വരുമായിരുന്നു. അങ്ങനെയുള്ള കൊതിച്ചിയാണ് ഇപ്പം നമ്പരും കൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ല ഫ്രഷ് മീനാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അതിൽ ഐസ് പോലും ഇടുന്നില്ല കേട്ടോ. ടേസ്റ്റും സൂപ്പറാണ് കേട്ടോ. ഇവിടുത്തെ മീനൊക്കെ തിന്ന് ശീലിച്ചിട്ട് നാട്ടിൽ ചെന്ന് കഴിക്കുമ്പോൾ ഏതാണ്ട് ചീഞ്ഞ സാധനം തിന്നുന്ന ഫീലിങ്ങാണ്. നാട്ടിലാണെങ്കിൽ മീൻ വാങ്ങിക്കാനേ തോന്നത്തില്ല. മീൻ മാത്രമല്ല കേട്ടോ, പച്ചക്കറിയും വാങ്ങിക്കാൻ തോന്നത്തില്ല. നാട്ടിൽ നമ്മൾ 200 രൂപയ്ക്ക് പച്ചക്കറി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പകുതിയും നമ്മളെക്കാളും പ്രായമുള്ളവരായിരിക്കും. ഇവിടെ ആണെങ്കിൽ നല്ല ഫ്രഷ് സാധനം നോക്കി തിരഞ്ഞെടുക്കാം കേട്ടോ. ഈ ഒരു ശീലവും വെച്ചിട്ട് നാട്ടിൽ ഇതുപോലെ ചന്തയ്ക്ക് പോയി കേട്ടോ. എന്നിട്ട് തിരഞ്ഞുറക്കാൻ തുടങ്ങി. കടക്കാരൻ പറയുക, അങ്ങനൊന്നും ഇവിടെ പറ്റത്തില്ല, ഞങ്ങൾ തിരഞ്ഞെടുത്ത് തരും, അതങ്ങ് കൊണ്ടുപോയി കറി വെച്ചാൽ മതിയെന്ന്. എന്താ അല്ലേ. പിന്നെ അതും വാങ്ങി വീട്ടിൽ വന്നിട്ട് വെണ്ടയ്ക്കൊക്കെ പറക്കി കളയുക ചെയ്തത്. ജീവിക്കാനൊക്കെ ഇവിടെയാണല്ലേ. നാട്ടിലാന്നേ വലിയ പരിചയമില്ലാത്തവരുടെ കല്യാണമൊക്കെ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ 1000 രൂപ കുറയാതെ നമ്മൾ കൊടുക്കത്തില്ലേ. ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഒരു ചെറിയ പാക്കറ്റ് എടുത്ത് അതിൻ്റെ അകത്തൊരു 10 രൂപ ഇട്ട് കൊണ്ടുപോയാൽ മതി. നാണക്കേടൊക്കെ വിചാരിക്കുന്ന ഒരു 100 രൂപ കൊടുക്കും കേട്ടോ. പണ്ട് നമ്മൾ കല്യാണത്തിന് 100 രൂപയ്ക്ക് അല്ലായിരുന്നോ കൊടുക്കുന്നത്. ഇപ്പം ഇവിടെ അങ്ങനെ കേട്ടോ. അതാ ഞാൻ കുറേ നാൾ മുന്നേ ഒരു വ്ളോഗിൽ പറഞ്ഞില്ലായിരുന്നോ, ഇവർ നമ്മളെക്കാളും 10-30 വർഷം പുറകോട്ടാന്ന്. മീൻ നന്ദ വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നതാ. ഇത് റവ ദോശയ്ക്കാന്ന് തോന്നുന്നു കേട്ടോ. ആദ്യം കുറേ സവാളയൊക്കെ കല്ലി വിതറിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേളിൽ റവയും അരിമാവും കൂടെ കലക്കിയതാണെന്ന് തോന്നുന്നു കോരി ഒഴിക്കുന്നത്. ഞാനില്ലേക്ക് മസാല ദോശയാണ് പറഞ്ഞത്. ഏട്ടനെന്ന് എന്തേ ഉപ്പുമാവാട്ടോ പറഞ്ഞേ. ഇവിടുത്തെ ഉപ്പുമാവ് മിക്സഡാ കേട്ടോ. അതിനകത്ത് റവയും സേമിയും ഒക്കെ കാണും. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതൊരു കുഞ്ഞു കടയാണേലും വലിയ തിരക്കാണ് ഇവിടെ. ഇതിൻ്റെ ചുറ്റിനും നിറയെ ഇതുപോലത്തെ കടകളുണ്ട് കേട്ടോ. അവിടെ ഒന്നും ആരുമില്ല. ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ മസാല ദോശ കഴിക്കാൻ ഇവിടെ വന്നായിരുന്നു. അന്നത് തീർന്നു പോയി. പിന്നെ ഇഡ്ഡലിയും കഴിച്ചുകൊണ്ടാ പോയേ. ഇവിടെ 20 രൂപയൊക്കെ ഉണ്ട്, ഒരു നേരം വയറ് നിറയും കേട്ടോ. ഒരു പ്ലേറ്റ് ഇഡ്ഡലിക്ക് 20 രൂപയാണ്. അതിനകത്ത് കാണും 3-4 പീസ്. ടേസ്റ്റും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ സാമ്പാറൊന്നും അല്ല ഒപ്പം കിട്ടുന്നത്, ഗ്രീൻ പീസ് കറിയാണ് ഇവിടുത്തെ സ്പെഷ്യലാണ് കേട്ടോ. ഇഡ്ഡലിക്കും ദോശയ്ക്കും എല്ലാം ഗ്രീൻ പീസ് കറിയാണ്. ഇവിടെ ഉള്ളവർ കൂടുതലും ഇഡ്ഡലിയാണ് കഴിക്കുന്നത്. ഈ ദോശയൊക്കെ രാവിലെ ആട്ടോ ഉള്ളത്. രാത്രിയിൽ ഈ കടയിലെ മെനു ഒക്കെ അങ്ങ് മാറും. പിന്നെ നൂഡിൽസും എഗ് റോളും ഒക്കെ ഇവിടെ. ഈ കടയിൽ മാത്രമല്ല കേട്ടോ, എല്ലാ കടയിലും മെനു ചേഞ്ച് ആവും രാത്രിയിൽ. അപ്പുറത്തോട്ട് കൊടുക്കുന്നത് പൂരി ഇഡ്ഡലിയൊക്കെ ആട്ടോ. ഭയങ്കര തിരക്കായി കടയിൽ. ഇഡ്ഡലിക്കും വടയ്ക്ക് വന്നേ കുറേ നേരം ക്യൂ നിൽക്കേണ്ടി വരും. ഇനി വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾക്ക് ഒരുപാട് പരിപാടികളുണ്ട്. ഞങ്ങൾ നാട്ടിൽ പോവാം കേട്ടോ. പാക്കിംഗ് ഒന്നും ആയിട്ടില്ല കേട്ടോ. ഇനി ഒന്നേന്ന് തുടങ്ങണം. പുതിയ വീട്ടിലൊന്നും സെറ്റായി വരുന്നേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ കുറച്ച് സ്ഥലക്കുറവാട്ടോ. ലക്കിക്ക് ഓടിക്കളിക്കാനൊന്നും സ്ഥലമില്ല കേട്ടോ. അതുകൊണ്ടിപ്പോൾ വൈകുന്നേരം പുറത്തിറങ്ങും കളിക്കാൻ. ഇവിടെ അവൻ്റെ പ്രായത്തിലുള്ള ഒരുപാട് പിള്ളേരുണ്ട് കളിക്കാൻ. ഞങ്ങൾ ആദ്യം താമസിച്ച വീടിന് ചുറ്റുമൊക്കെ വലിയ വലിയ പിള്ളേരായിരുന്നുള്ളത്. അതുകൊണ്ട് അവന് കളിക്കാൻ വലിയ രസമില്ലായിരുന്നു അവിടെ. ഇവിടെ ഒരു 5 മണിയാകുമ്പോൾ ബോളൊക്കെ കൊണ്ടങ്ങ് ഇറങ്ങും കേട്ടോ. അവന് ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ല കേട്ടോ, കൂടെ ഞാനും പോവും. ഇവിടെയൊക്കെ നിറയെ പാമ്പുണ്ട്. ഇന്നലെ ഞങ്ങളുടെ തൊട്ട് ചേർന്നുള്ള വീട്ടിൽ പാമ്പ് കയറി. ഇവിടെ പറക്കുന്ന ഒരു ടൈപ്പ് പാമ്പുണ്ട് കേട്ടോ. വീട്ടിൽ തൊട്ട് ചേർന്നൊക്കെ മരം ഉണ്ടെങ്കിൽ അതിൽ കൂടെ പാമ്പ് പറന്ന് ജനലിൽ കൂടെ കയറി വരും. ഒരു ദിവസം ഏട്ടൻ ടാങ്ക് ക്ലീൻ ചെയ്യാൻ മേളിൽ കയറിയപ്പോൾ അവിടെ 2 പാമ്പെന്ന്. പാമ്പിനെ കൊണ്ട് വലിയ ശല്യം ഇവിടെ. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ പാമ്പിൻ്റെ ശല്യം കൂടും കേട്ടോ. പാമ്പ് മാത്രമല്ല, തേളും കയറി വരും. ഇവിടെ നിറയെ മരങ്ങളും ചെടികളും കാടുകളും ഒക്കെ തന്നെയാട്ടോ. പണ്ട് നമ്മുടെ നാടിരുന്നില്ലേ, അതുപോലെ തന്നെ. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ട നാട് ഇവിടെ ഞാനത് കാണുന്നു. ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് വലിയ ചൂടിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ഇല്ലെങ്കിൽ ഉരുകി ചത്തുപോയനെ. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് വണ്ടി വെച്ചാട്ടോ. അതിൻ്റെ ബഹളമൊക്കെ ഉണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. ഞാൻ വീഡിയോ പിടിക്കുന്നത് കണ്ടുകൊണ്ട് ഇയാൾ ഒരുപാട് മെനക്കെട്ടാന്ന് ഉണ്ടാക്കുന്ന കേട്ടോ. ഇല്ലെങ്കിൽ ഇയാളുടെ ദോശയൊക്കെ പല പല പീസുകളാണ്. ഇന്ന് അങ്ങനൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ ഈ കടയിൽ നിന്ന് ഇതിനു മുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ അത്തപ്പൂക്കൾ ഇട്ട് വെച്ചിരിക്കുന്ന കണക്കൊക്കെ തോന്നും. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തിരക്ക് കണ്ടോ ഈ കടയിലെ. രാവിലെ ഇതൊക്കെ കഴിച്ചിട്ട് ജോലിക്കൊക്കെ പോകാൻ നിൽക്കുന്നവരാ. ഇതാകുമ്പോൾ 20 രൂപ കൊടുത്താൽ വയറ് നിറയും. മസാല ദോശയ്ക്ക് 30 രൂപ കേട്ടോ. അതുകൊണ്ടാണ് എല്ലാവരും ഇഡ്ഡലി വാങ്ങുന്നത്. ദോശയാകുമ്പോൾ ഒന്നല്ലേ കിട്ടൂ. ഇതാകുമ്പോൾ ഒരു പീസ് 5 രൂപയാണ്. പ്ലേറ്റിൽ 4 പീസ് കാണും കേട്ടോ.
ഒരാൾക്ക് നന്നായിട്ട് വയറും നിറയും. നന്ദ എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഇഡ്ഡലിയാണ് വേണമെന്ന് പറയുന്നത്. ഇന്നെന്തോ പതിവില്ലാതെ ഉപ്പുമാവ് മതി എന്ന് പറഞ്ഞ്. വീട്ടിൽ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ തലതിരിഞ്ഞിരിക്കുന്നോളാ. അവൾക്ക് വല്ലയിടത്തും ചെന്ന് വല്ലവരും ഉണ്ടാക്കി കൊടുക്കുന്ന തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ പണ്ട് ജോധ്പൂർ താമസിച്ചിരുന്ന സമയത്ത് ഞങ്ങളുടെ വീടിനടുത്തൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. ആ ചേച്ചി ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് പൂരി മസാല ഉണ്ടാക്കി തരുമായിരുന്നു. നന്ദയ്ക്ക് അത് മതിയായിരുന്നു എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ്. അവളന്ന് കുഞ്ഞായിരുന്നു കേട്ടോ. ഈ തവയുടെ വലിപ്പം കണ്ടായിരുന്നോ? ഈ തവയിൽ ഒഴിച്ചത് അയാൾ 3 പീസാക്കി കേട്ടോ. ഇതിൽ മസാലയൊന്നും വെച്ചിട്ടില്ല, വെറും ഉള്ളി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് ദോശയ്ക്ക് മാവൊഴിക്കുന്നതിന് മുന്നേ കല്ലി വിതറിയിട്ടുണ്ടായിരുന്നു. ഇത് 3ഉം പാഴ്സലാക്കുക കേട്ടോ. പാഴ്സൽ ചെയ്യുന്ന രീതി ഉണ്ടോ? ഇത് പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ വട്ടയിലേക്ക് വെച്ചിട്ട് പൊതിയത്തില്ലേ, ഇവിടെ മറ്റെന്തോ ഇലയാ കേട്ടോ. ഈ പാക്ക് ചെയ്യുന്ന ഇലകൾ നമുക്ക് കടയിൽ പ്രത്യേകം വാങ്ങാൻ കിട്ടും കേട്ടോ. ഇവിടെ മിക്ക കടകളിലും ഇങ്ങനെ തന്നെയാണ് പാഴ്സൽ ചെയ്ത് തരുന്നത്. ചില കല്യാണങ്ങൾക്ക് ഇതിലാട്ടോ ഫുഡ് തരുന്നത്. ഇതെന്ത് ഇലയാണോ എന്തോ. കടക്കാരൊക്കെ ഹോൾസെയിലായിട്ട് വാങ്ങിച്ചിട്ട് പോകണം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വന്നിട്ട് വട വാങ്ങിച്ചായിരുന്നു കേട്ടോ. അതിലിവിടെ ദോശയ്ക്ക് കൊടുക്കുന്ന എല്ലാ കറികളും അതിനകത്തുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇവിടെ വടയ്ക്കും സമോസയ്ക്കും അങ്ങനെയുള്ള എല്ലാത്തിനും ഗ്രീൻ പീസ് കറി മസ്റ്റാ. അപ്പുറത്തെ വശത്ത് തകൃതിയിൽ ഇഡ്ഡലി കച്ചവടം നടക്കുന്നുണ്ട് കേട്ടോ. ലക്കിക്ക് താഴെ നിന്നിട്ട് ഇതൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ ഏട്ട എടുത്തു വെച്ചിരിക്കും അവനെ. ഇനിയിപ്പം ഞങ്ങളുടെ മസാല ദോശയ്ക്ക് വേണ്ടിയുള്ള തവ റെഡിയാക്കല. ഇവിടെ തൈര് വട കിട്ടുന്നൊരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ അയാൾ എടുത്തു തരുന്ന കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറയും. അതുപോലെ ആൾ വിളമ്പിത്തരുന്നത്. അതേ സമയത്ത് വേറൊരു കടയുണ്ട് കേട്ടോ. അവിടെ കുറച്ചുകൂടെ ചട്നി ചോദിച്ചാൽ കൂടി തരത്തില്ല. അങ്ങനൊരു കട ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ചേച്ചി നടത്തുന്ന മസാല ദോശ കട. അവിടെ ഒരു ശകലം കൂടെ ചട്നി ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരത്തില്ല. അങ്ങനെ ചട്നി അധികമൊന്നും കൊടുക്കാൻ പറ്റത്തില്ലെന്ന് അവർ പറയുന്നേ. അത് കുറച്ച് നാൾ മുന്നേ തന്നെ പൂട്ടി. അവിടെ ഇപ്പം മസാല ദോശ മാറ്റി കോഴിക്കടയാക്കി കേട്ടോ. ആ കോഴിക്കട ഇപ്പം അതുപോലെ തന്നെയാ. ഇയാൾ നമ്മുടെ നാട്ടിൽ ദോശ പരത്താൻ നിന്നിട്ടുണ്ടോ എന്തോ, അത് കണക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ പരത്തുന്ന ഞങ്ങൾക്കുള്ള ദോശയാട്ടോ. മാവ് പരുവൊന്നും ആയിട്ടില്ല, എന്നിട്ടും വെച്ച് പരത്തുക. ഏകദേശം ദോശയുടെ ഷേപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. മാവിന് എന്തോ പോരായ്മയുണ്ട്. ഇതിൽ മസാല വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് നമ്മുടെ അത്തപ്പൂക്കളെ ഓർമ്മ വരുന്നേ. ആദ്യം ഉള്ളി ഇട്ട് കേട്ടോ, പിന്നെ മസാല വയ്ക്കും. മസാല നല്ല ടേസ്റ്റാ കേട്ടോ, അത് തെറ്റു പറയാൻ പറ്റത്തില്ല. നമ്മുടെ നാട്ടിൽ ആ ഒരു ടേസ്റ്റ് വന്നില്ലെങ്കിലും കൊള്ളാം കേട്ടോ. ഇവിടെ കറിവേപ്പിലയൊന്നും ഇടത്തില്ല, അതുകൊണ്ടാ. പിന്നെ ഗരം മസാലയുടെ ടേസ്റ്റും വേറെ കേട്ടോ. ഈ ക്യാരറ്റും ബീട്രൂട്ടും എന്തിനാണ് ഇവരിതിൽ ചീകി ഇടുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. മൊത്തം ഒരു പച്ച ടേസ്റ്റാ. നന്ദ പറയുക ഇത് ഡയറ്റ് ഫ്രണ്ട്ലി മസാല ദോശയാന്ന്. പക്ഷെ അവള് കഴിച്ചിട്ടില്ല കേട്ടോ. ഇത് ഈ ഉണ്ടാക്കുന്നത് എൻ്റെയും ലക്കിയുടെയാ കേട്ടോ. മൂന്നാമത്തത് വേറെ ആരുടെയോ. മസാല കുറവാണെങ്കിലും ഉള്ളിയൊക്കെ കിടക്കുന്നതുകൊണ്ട് കുറവ് ഫീൽ ചെയ്യത്തില്ല കേട്ടോ. ഞങ്ങളുടെ മസാല ദോശ അങ്ങനെ കല്ലി കിടന്ന് മൊരിഞ്ഞ് റെഡിയാവുക. ഈ മസാലയിൽ ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് മാത്രമല്ല. ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ഉള്ള കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഓരോ കടയിലും ഓരോ രുചികളാണ്. ഈ ദോശയുടെ മുകൾ ഭാഗം കണ്ടാൽ വേവാത്ത കണക്ക് തോന്നുന്നുണ്ടല്ലേ. ലക്കിക്കും നന്ദയ്ക്കുമൊക്കെ സ്കൂൾ അടച്ചു കഴിഞ്ഞപ്പോൾ ബോറടിയും തുടങ്ങി കേട്ടോ. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ അവർക്കും ഒരു സന്തോഷമാണ്. ഇങ്ങനെ പുറത്തുനിന്ന് കഴിക്കാൻ രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ്. കൂടെ എനിക്കും. ഏട്ടന് വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ് ഇഷ്ടം. ഇവിടത്തേക്ക് കടകളിൽ വൃത്തി എത്ര പോരാ. ഉണ്ടാക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്നൊന്നും കഴിക്കാൻ തോന്നത്തില്ല. അതുകൊണ്ട് ഇവിടെയൊക്കെ ഹോട്ടലുകളിൽ ഉണ്ടാക്കുന്ന ഭാഗത്തോട്ടേ ഞാൻ പോവാറില്ല. ഒരു പ്രാവശ്യം എഗ് റോള് ഞങ്ങളൊരു കടയിൽ നിന്ന് വാങ്ങി കഴിച്ചു കേട്ടോ. പിന്നെ ഞാൻ ആ കടയിൽ നിന്ന് എഗ് റോള് കഴിച്ചിട്ടേ ഇല്ല. നമുക്ക് പിന്നെ കഴിക്കാൻ തോന്നത്തില്ല. ഞങ്ങളുടെ ദോശയും വടയും കയ്യിൽ കിട്ടി. ഇവിടെ തൈര് വടയും ഇങ്ങനെ തന്നെയാണ് തരുന്നത്. തൈരിന്ന് വടയെടുത്തിട്ട് ഇതേ കറികളെല്ലാം മുകളിലൊഴിക്കും. എല്ലാ പച്ചക്കറികളും ഉണ്ട് ഇതിൽ. ഇവരുടെ ഫേവറേറ്റായി പർവ്വല്, അതും ഇതിനകത്തുണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വേഗം തിരിച്ചു വന്നു കേട്ടോ. ഇനിയിപ്പോൾ നാട്ടിൽ പോണതിൻ്റെ പാക്കിങ്ങും പരിപാടിയും ഒക്കെയാണ്. ഒരു പരിപാടിയും തുടങ്ങിയില്ല. ഇനി മറ്റൊരു വീഡിയോ ഇട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.